പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ വിവിധ PG പ്രോഗ്രാമുകളിലേക്കും യൂണിവേഴ്സിറ്റി ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ PG ഇൻ്റഗ്രേറ്റഡ് PG ഫിസിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ CUCET മുഖേനയാണെന്ന് എല്ലാവർക്കും അറിയാം. CUCETയുടെ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞ മെയ്യിൽ നടന്നു. അതിൻ്റെ ചില കോഴ്സുകളുടെ റിസൾട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ളത് വന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ വന്നു എന്ന് നോക്കാം. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വരുന്നതിനനുസരിച്ച് അതിൻ്റെ അഡ്മിഷൻ നടപടിയിലേക്ക് കടക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും അഡ്മിഷൻ നടപടികൾ എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാവുന്നതാണ്. CUCET നിങ്ങൾക്ക് അതിൽ ഓപ്പൺ ചെയ്താൽ പ്രൊവിൻഷ്യൽ റാങ്ക് ലിസ്റ്റ് എന്ന് കാണാം. ഇതിൽ MSWൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ഇൻ്റഗ്രേറ്റഡ് MSc സുവോളജി, ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സ്, ഇൻ്റഗ്രേറ്റഡ് MSc കെമിസ്ട്രി, ഇൻ്റഗ്രേറ്റഡ് MSc ബോട്ടണി, ഇൻ്റഗ്രേറ്റഡ് MA എക്കണോമിക്സ്, ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുന്നതാണ്. അങ്ങനെ അടുത്ത അപ്ഡേഷന് ഇതിൽ വന്നുകൊണ്ടിരിക്കും. ഇനിയും പല കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കും. അത് ഇതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് സൈറ്റിൽ നിങ്ങൾ കൊടുത്ത കോഴ്സിൻ്റെത് വന്നോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള അഡ്മിഷൻ നടപടികളാണ്. ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്നു. ഇനി ഇതിൽ ഇപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് MSc സുവോളജി എടുത്തു. ഇതാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ്. ഓക്കെ, അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെന്ത് ചെയ്യും, ഇതിൻ്റെ കാറ്റഗറി വൈസ് റാങ്ക് ആക്കും. എന്ന് പറഞ്ഞാൽ ജനറൽ മെറിറ്റ് എല്ലാം അതിൻ്റെ സംവരണമൊക്കെ പാലിച്ചുള്ള റാങ്ക് ലിസ്റ്റ് ആക്കി നിങ്ങൾക്ക് ചില ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങളെ വിളിക്കും, ചില ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ മെയിൽ അയക്കും. അപ്പോൾ നിങ്ങൾ ഇത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അപ്ഡേഷനുകൾ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ നിരന്തരം പരിശോധിക്കുക. മെയിൽ വഴി ആയിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ മെസ്സേജ് വരും, ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കോൾ വരും. ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ അഡ്മിഷൻ സൈറ്റാണ് പബ്ലിഷ് ചെയ്തത്. ഇത് ഇനി ആർക്ക് നൽകും? ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നൽകും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നൽകും. ആ ഡിപ്പാർട്ട്മെൻറ്റിന് അതിനനുസരിച്ച് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഡ്മിഷൻ നടപടികളിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒന്നും കൂടി സീരിയസ് ആയിട്ട് ഇതിനെ കാണുക. ഇതിൻ്റെ അപ്ഡേഷനുകൾ ലഭിക്കും. നിങ്ങളുടെ മെയിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലെ മെസ്സേജ് പരിശോധിക്കുക. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നമ്പറുകൾ സംഘടിപ്പിച്ച് കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട്. അവർ അപ്ഡേഷനുകൾ കൊടുക്കാറുണ്ട്. ആ അപ്ഡേഷനുകൾ എടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ.